ഹായ് ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളും ഇവിടെ അൽഹംദുലില്ലാഹ് സുഖമായിട്ട് പോകുന്നത്. അപ്പോൾ ഈദ് വ്ളോഗുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഇതാ ഈദിൻ്റെ തലേന്ന് തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ തലേന്ന് ഏതോ ഒരു വൈകുന്നേരമെല്ലാം ആകുമ്പോഴത്തേക്ക് തന്നെ കുറച്ച് ക്ലീനിങ് പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ റൂം ബെഡ്ഷീറ്റെല്ലാം വിരിച്ച് ചേഞ്ചാക്കി. കുറച്ച് അവിടെ ഇവിടെയെല്ലാം പൊടിയുണ്ട് കേട്ടോ. 2-3 ദിവസം മുന്നേ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തതാണ്. എന്നാലും എവിടെ നിന്നെങ്കിലായിട്ട് ഇങ്ങനെ പൊടിയെല്ലാം പിടിക്കും. അങ്ങനെ ആ പൊടിയെല്ലാം തട്ടി അങ്ങനെ മൊത്തത്തിലൊന്ന് ക്ലീനാക്കി വെക്കുന്നുണ്ട്. പെരുന്നാളൊക്കെ അല്ലേ, അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ടൊന്ന് ക്ലീനാക്കിയിട്ട് അടിച്ചു വാരിയിട്ട് തുടക്കാനുണ്ട്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന എൻ്റെ സോഫ ഫുള്ള് വരച്ചിട്ട് വെച്ചിട്ടുണ്ട്. സോഫ മാത്രമല്ല സ്റ്റൂളിലും നല്ല രീതിക്ക് വരച്ചിട്ടിട്ടുണ്ട്. മോളുടെ പണിയാണ് കേട്ടോ. എവിടെ പെണ്ണ് കിട്ടിക്കഴിഞ്ഞാലും ഇപ്പോൾ ഇതാണ് അവസ്ഥ. എൻ്റെ റൂമിലെ സോഫയും സ്റ്റൂളും ഇങ്ങനെ വരച്ചിട്ടിട്ടുണ്ടെങ്കിലും താഴെ ചുമര് മൊത്തത്തിൽ വരച്ചിട്ട് അലമ്പാക്കിയിട്ടുണ്ട്. പിന്നെ കണ്ട ഈ ഒരു ബുഷ് വെക്കുന്ന ബോക്സ് മാറ്റേണ്ട സമയമായി. എല്ലാം കൂടി ഒരുമിച്ചിട്ടായതുകൊണ്ട് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇപ്പോൾ ക്ലിപ്പും ബുഷും എല്ലാം ഒരുമിച്ചായിട്ട് തന്നെ ഇങ്ങനെ മെസ്സായി കിടക്കുന്ന പോലെ അങ്ങനെ ഒന്നിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഇനി നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണം. പിന്നെ ഇതാ എല്ലാം ക്ലീനാക്കി ചെറിയ ചെറിയ പൊടികളെല്ലാം ഉള്ളതെല്ലാം തട്ടി ക്ലീനാക്കിയിട്ട് പിന്നെ ഇതാ അടിച്ചു വാരിയത്. അപ്പോൾ ഇതൊന്നും നീക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളെല്ലാം ക്ലീനാക്കൽ വലിയ ടാസ്ക്കാണ് കേട്ടോ. ഈ ഒരു സൈഡ് ടേബിളും ബെഡും എല്ലാം ഇങ്ങനെ ഫിക്സായി കിടക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്കെല്ലാം ക്ലീനാക്കാൻ ഭയങ്കര പണിയായതുകൊണ്ട് അങ്ങനെ ഒന്ന് ജസ്റ്റ് അങ്ങനെ വൃത്തിയാക്കുന്നുണ്ട്. എന്തായാലും ആദ്യം ഓൾറെഡി വൃത്തിയാക്കിക്കൊണ്ട് അത്ര വലിയ പണിയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ കണ്ണാടി ഫുള്ളായിട്ട് പൊടിയുണ്ട്, അപ്പോൾ കണ്ണാടി തുടക്കണം. അങ്ങനെ ഇതാ മേലെ അടിച്ചുവാരൽ മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോഴാണ് കേട്ടോ ചെറിയൊരു ചാറ്റൽ മഴ കണ്ടത്. അപ്പോൾ തുണിയെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ചിങ്ങനെ കാറ്റത്ത് പാറി വെക്കുന്ന ടൈപ്പ് തുണികളെല്ലാം ഉള്ളിലാണ് കേട്ടോ ഇടൽ. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെ വീട്ടിലും ഇത് തന്നെയായിരിക്കും അല്ലേ അവസ്ഥ. ഒഴിവുള്ളൊരു റൂമുണ്ടെങ്കിൽ അവിടെ ഫുൾ അയലായിരിക്കും. നമ്മളെ വീട്ടിൽ ഇത് തന്നെയാണ് കേട്ടോ അവസ്ഥ. ഇത് ആരും കിടക്കാത്ത റൂമാണ്, ആരും യൂസ് ആക്കാത്ത റൂമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ അയലിൽ അങ്ങനെ തുണിയിടലാണ് കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെ കുറച്ച് തുണികളെല്ലാം മടക്കി വെക്കാനുണ്ടേനു. അങ്ങനെ അടിച്ചു വാരലും പണികളും എല്ലാം കഴിഞ്ഞ് പിന്നെ മേലിൽ തുടക്കണം. താഴെ അനിയത്തി അടിച്ചു വാരുമെന്ന് പറഞ്ഞു കേട്ടോ. അനിയത്തിക്ക് ഇപ്പോൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓളുള്ളതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ പണികളെല്ലാം ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ മോൾ ഇറങ്ങുന്ന സമയത്താണ് ഞാനിങ്ങനെ അടിച്ചു വാരാനെല്ലാം വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായത്. അല്ലെങ്കിൽ ഞാൻ മേലയിലാണ് എന്തെങ്കിലും മേലെ നിന്ന് സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ മേലിലേക്ക് വരണമെന്നാട്ടി കുൽമാലാകും കേട്ടോ. അതുകൊണ്ട് സൗണ്ടൊന്നും ആക്കാണ്ട് മെല്ലെ മെല്ലെയും ചെയ്യുന്നുണ്ടായത്. അങ്ങനെ ഇതാ ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് തുടക്കലാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ തുടക്കുന്നുണ്ട് കേട്ടോ. മേലിൽ പെട്ടെന്ന് പണി കഴിയും. മേലിൽ കുറച്ചൊരു ഏരിയ മാത്രമല്ലേ ഉള്ളൂ. താഴെയാണ് വലിയ പണി തുടക്കാൻ വേണ്ടിയിട്ട്. മൊത്തത്തിൽ തുടച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു സമയമാകും. അങ്ങനെ തുടച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വിചാരിച്ച് കണ്ണാടി കൂടി ക്ലീൻ ചെയ്യാമെന്ന്. കണ്ണാടിയും കൂടി ക്ലീൻ ചെയ്താൽ പിന്നെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയല്ലോ. അങ്ങനെ ഇതാ ന്യൂസ് പേപ്പറിൽ കുറച്ച് വെള്ളമാക്കിയിട്ടാണ് കേട്ടോ കണ്ണാടി ക്ലീനാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐലൈനറോ മസ്കാരയോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ആ ഒരു കറ വരെ പോയിട്ടുണ്ട് അതിന്. അപ്പോൾ ന്യൂസ് പേപ്പറിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഫസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഡ്രൈ ആയ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് ക്ലീൻ ആക്കി എടുക്കലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു റിഫ്ലക്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ട് ക്ലീൻ ആവും. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ കണ്ണാടി ക്ലീൻ ആക്കി എടുക്കൽ. അങ്ങനെ എത്ര തുടച്ച് വൃത്തിയാക്കിയാലും 2 ദിവസം കഴിഞ്ഞാൽ പിന്നെയും എവിടെന്നെങ്കിലായിട്ട് ഇങ്ങനെ പൊടിയെല്ലാം വന്ന് പറ്റിപ്പൊടിക്കും കേട്ടോ. അങ്ങനെ ഇതാ മേലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് താഴെത്തുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട് അനിയത്തി അടിച്ചു വാരിയോണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് തുടച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിന്. അങ്ങനെ ഉമ്മ ഇതാ ഇവിടെ പായസം വെക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് പായസമാണ് ആക്കിയിട്ടുണ്ടായത്. അപ്പോൾ പെരുന്നാളിൻ്റെ തലേന്ന് നോമ്പാണല്ലോ. അപ്പം നോമ്പിനങ്ങനെ നോമ്പ് തുറക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് കടികളൊന്നും ആക്കിയിട്ടുണ്ടായിട്ടില്ല. ഈ ഒരു പായസം തന്നെയാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായത്. ഇത് ഗോതമ്പെല്ലാം ഇട്ടിട്ട് നമ്മൾ ബറാത്തിനാക്കുമല്ലോ ആ ഒരു ടൈപ്പ് പായസമാണ് ആക്കിയിട്ടുണ്ടായത്. ഈ ഒരു പായസം ചൂടോടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇതാ നോമ്പ് തുറക്കലും പായസം കൊടിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെ നേരെ മൈലാഞ്ചി ഇടാനാണ് കേട്ടോ പിന്നെ പോയിട്ടുണ്ടായത് രാത്രി ആയപ്പോൾ. അപ്പോൾ പെരുന്നാളിൻ്റെ തലേന്ന് നല്ല വൈബാണല്ലോ ഇങ്ങനെ മൈലാഞ്ചി ഇടലും എല്ലാം ആയിട്ട്. അങ്ങനെ ഇതാ മൈലാഞ്ചി സ്റ്റെൻസിൽ വെച്ചിട്ട് അങ്ങനെ അനിയത്തിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫാൻസിയിൽ സ്റ്റെൻസിൽ കണ്ടപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കിയതാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് സ്റ്റെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ മൈലാഞ്ചി ഇടുന്നത്. അങ്ങനെ 20 രൂപക്ക് വാങ്ങിച്ച ഒരു
20 രൂപയാണ് കേട്ടോ ഈ ഒരു സ്റ്റെൻസിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു റേറ്റിനനുസരിച്ചിട്ടുള്ള ഡിസൈനല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ആ കൂട്ടത്തിലുള്ളതിൻ്റെ അകത്ത് വെച്ചിട്ട് കുറച്ച് നല്ലത് നോക്കിയിട്ട് അങ്ങനെ എടുത്തൊരു സ്റ്റെൻസിലാണ് കേട്ടോ. അങ്ങനെ സ്റ്റെൻസിൽ വെച്ചിട്ട് ഫസ്റ്റ് ടൈമാണ് ഇടുന്നത്. നമ്മൾ നോർമലി കോൺ വെച്ചിട്ട് മൈലാഞ്ചി ഇടുന്നതിൻ്റെ അത്ര ടൈമൊന്നും എടുക്കാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടപ്പേന്ന് പറഞ്ഞിട്ട് പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. ഈ ഒരു സ്റ്റെൻസിൽ വെച്ചിട്ട് ഇട്ടിട്ട് ലാസ്റ്റ് എങ്ങനെ ഉണ്ടാകുമെന്ന് ഒരു ഐഡിയ ഉണ്ടായിട്ടില്ലേനു. അധികം ഇങ്ങനെ ഓരോ ആൾക്കാർ പറയുന്നത് കേട്ടിന് സ്റ്റെൻസിൽ ഇങ്ങനെ പറിക്കുന്ന ടൈം ഫുള്ള് മൊത്തം ഫെയ്ഡായിപ്പോയി. മൊത്തം അങ്ങനെ അങ്ങ് മൈലാഞ്ചെല്ലാം അങ്ങനെ സ്പ്രെഡായിട്ട് ആകെ വൃത്തികേടായി എന്നെല്ലാം പറയുന്നത് കേട്ടോണ്ട് തന്നെ എങ്ങനെയാണ് ഇതെപ്പം പറിക്കണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. ലാസ്റ്റ് അങ്ങനെ ഉണങ്ങിയ നോക്കിയിട്ട് മെല്ലെ മെല്ലെ പറിച്ച് നോക്കിയിട്ട് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ടേനു. നല്ല ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ സ്റ്റെൻസിൽ വെച്ചിട്ട് ഇട്ടിട്ട് നല്ല വൃത്തിയായിട്ടുണ്ട്. അങ്ങനെ ഇതാ പിന്നെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ കിടന്നിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും അധികമായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ രാവിലെ തന്നെ എണീക്കാനുള്ളതല്ലേ. അങ്ങനെ ഇതാ രാത്രി നമ്മൾ പെട്ടെന്ന് തന്നെ കിടന്നിട്ടുണ്ടായിനു. പിന്നെ രാവിലെയാണ് കേട്ടോ വീഡിയോ ഷൂട്ടാക്കിയിട്ടുണ്ടായത്. അങ്ങനെ ഇതാ നമ്മളെല്ലാം എണീറ്റ് കുറച്ച് കഴിഞ്ഞ പാടന്നെ മോളും എണീറ്റിട്ടുണ്ട്. പിന്നെ അടുത്ത ആരും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എണീക്കും കേട്ടോ. അങ്ങനെ ഇതാ മോൾക്ക് ബ്രഷെല്ലാം ചെയ്ത് കൊടുത്ത് ഓളെ കാര്യങ്ങളെല്ലാം നോക്കുമ്പോഴത്തേക്കന്നെ ഒരു ടൈമാകും. അങ്ങനെ ഇതാ മോൾ എണീറ്റ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഉപ്പയും പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. പള്ളിയിലെ പെരുന്നാൾ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ഉപ്പ എത്തിയിട്ടുണ്ട്. അങ്ങനെ നല്ല വെയിലേനും കേട്ടോ. രാവിലെയെല്ലാം തീരെ മഴ പെയ്തിട്ടുണ്ടായില്ല. കുറച്ച് സമയം മഴ ഒന്ന് ചെറുതായിട്ടൊന്ന് പാറിയിട്ടുണ്ടായിന്. എന്നാലും നല്ല വെയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഉപ്പ വരുമ്പോൾ ഇതാ കുറച്ച് നബാട്ടിയും പിന്നെ ഒരു ജെല്ലി മുട്ടായി പോലത്തെ ടൈപ്പ് മുട്ടായും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടേനു. അപ്പോൾ ഇതാ അതെല്ലാം അവിടെ സൈഡിലേക്ക് എടുത്ത് വെച്ചിട്ട് പിന്നെ പഴം വാട്ടിയും മുട്ട ഒഴുങ്ങിയിട്ടും ഉണ്ടായിന് രാവിലെ. അങ്ങനെ മോൾ എണീറ്റപ്പോൾ മോക്കും കൂടി കൊടുക്കലാന്ന്. അപ്പോൾ പഴം വാട്ടിയത് ഗീൽ ഇങ്ങനെ കുറച്ച് സ്പ്രെഡാക്കിയിട്ടാണ് കേട്ടോ കൊടുക്കൽ. അപ്പോൾ നമ്മളും കഴിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കഴിക്കൽ. പഞ്ചസാര ഇടാണ്ട് ഗീ ഇട്ടിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. അങ്ങനെ ഇതാ എണീറ്റ പാടന്നെ ജംസ് മുട്ടായി എടുത്തിട്ട് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ എണീറ്റിട്ട് ഒരു കുറച്ച് സമയം കഴിയണം കേട്ടോ തെളിയണമെങ്കിൽ. ഇതിപ്പോൾ ഉപ്പാനെ കണ്ടുകൊണ്ട് അങ്ങനെ ഉപ്പാൻ്റെ കയ്യിൽ പോയിട്ട് ഇരുന്ന് നിന്നതാണ്. ഉപ്പ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ആരും വേണ്ട കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ ഇനി ഫുഡെല്ലാം കഴിപ്പിക്കൽ ഭയങ്കര ടാസ്ക്കാണ്. ഇടയ്ക്ക് ഇങ്ങനെയാണ് രാവിലെ എണീറ്റ് പാട് മുട്ടായി എന്ന് വറ്റി കുൽമാലാക്കും. അങ്ങനെ ബൂസ്റ്റെല്ലാം കൊടുത്തിട്ട് കുറച്ച് മയക്കിയിട്ടുണ്ട്. അപ്പോൾ ബൂസ്റ്റ് കൊടുക്കുന്ന ടൈമിൽ ഞാനും കൂടി കുറച്ച് കുടിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇടയ്ക്കലാണ് കേട്ടോ ഇങ്ങനെ ബൂസ്റ്റ് കൊടുക്കലുള്ളൂ. അധികം പാല് അങ്ങനെ തന്നെയാണ് കൊടുക്കൽ, മധുരം പൊടിയും ഒന്നും ഇടാണ്ട്. അപ്പോൾ ഇടയ്ക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ബൂസ്റ്റ് കൊടുക്കും, അത്രയേ ഉള്ളൂ. ഫുഡ് കൊടുക്കൽ എന്ന് പറയുന്നത് വൺ ടാസ്ക്കാണ് കേട്ടോ. കുറേ ടൈം എടുത്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഫുഡെല്ലാം കൊടുത്തിട്ട് വേണം മോളെ കുളിച്ചൊന്ന് മാറ്റി സെറ്റാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഉമ്മ ക്യാരറ്റ് കാച്ചി വെച്ചിട്ടുണ്ട്. നമ്മൾ അധികവും പെരുന്നാൾക്ക് ക്യാരറ്റ് കാച്ചിയതാണ് കേട്ടോ ആക്കൽ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇത് തണുത്താലും ചൂടോടെയും എല്ലാം കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇതാ എല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ മോളെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം മോൾക്ക് ഇതാ ഡ്രസ്സെല്ലാം ഇട്ട് കൊടുത്തിട്ട് വേണം എൻ്റെ താഴേക്ക് ഇറക്കിയിട്ട് എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബോയ്സിൻ്റെ സെക്ഷനിൽ എടുത്ത് ഒരു കോഡ് സെറ്റ് പോലത്തെ ഒരു ടൈപ്പാണ് കേട്ടോ മോൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ മുടിയും കൂടി സെറ്റാക്കിയിട്ട് കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിന് മുടി കെട്ടലെല്ലാം ബോറാണെങ്കിലും എവിടെയും അങ്ങനെ കാര്യമായിട്ട് പോകാനൊന്നുമില്ലല്ലോ. അതുകൊണ്ട് വെറുതെ എൻ്റെ ഒരു പൂതിക്ക് അങ്ങനെ കെട്ടിക്കൊടുത്തതാണ്. അപ്പോൾ കെട്ടിയിട്ട് ഒന്ന് ക്ലിപ്പെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുടി കെട്ടിക്കൊടുക്കലെന്ന് പറയുന്നത് വൺ ടാസ്ക്കാണ് കേട്ടോ. ബേക്കുന്നേ നടന്നിട്ട് കെട്ടിക്കൊടുക്കണം. അങ്ങനെ ഇതാ മുടി കെട്ടിക്കഴിഞ്ഞ പാട് നേരെ പോകുന്നത് കണ്ണാടി നോക്കാനാണ് കേട്ടോ. അപ്പോൾ കണ്ണാടി നോക്കിയിട്ട് പിന്നെ ഓള് തീരുമാനിക്കും മുടി കെട്ടണോ അതോ അയക്കണോ എന്ന്. അധികം കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ അയക്കലുണ്ട്. ഇടയ്ക്കോളുടെ മൂഡ് പോലെ അങ്ങനെ അയക്കാണ്ട് ഇങ്ങനെ കണ്ണാടി നോക്കിയിട്ട് പിന്നെ തിരിച്ചു വരും. അങ്ങനെ ഇതാ മുടിയെല്ലാം മുറിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുറിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായില്ല. അതാണ് അത്ര ഒരു ലെവലില്ലാത്ത പോലെ കാണുന്നത് മുടിയെല്ലാം. അങ്ങനെ മോളെ റെഡിയാക്കിയിട്ട് പെട്ടെന്ന് അങ്ങനെ താഴേക്ക് ആക്കിയിട്ട് പിന്നെ എൻ്റെ പരിപാടികളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ വേഗം കുളിച്ച് ഫ്രഷായിട്ട് പിന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്.
അങ്ങനെ ടൈം ഇപ്പോൾ തന്നെ 8:30 9 മണി ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ എല്ലാ പണികളും ഒരുക്കി അങ്ങനെ വേഗം ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കിയിട്ട് അങ്ങനെ താഴേക്ക് പോയിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഈദിൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഇതാ ഞാൻ താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് എല്ലാവരും അവിടെ ടേബിളിൽ ഫുഡെല്ലാം സെറ്റാക്കി ഇരുന്ന് കഴിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടാണ് കേട്ടോ കഴിക്കൽ. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ലേറ്റായിപ്പോയി. അപ്പോൾ ഇതാ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഉപ്പാൻ്റെ ഡാൻസ് പെർഫോമൻസ് ചെയ്യുന്നു. അങ്ങനെ വെറുതെ ഇങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് കളിക്കലേനും കേട്ടോ. പിന്നത്തെ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ ഇത് അൺമ്യൂട്ട് ആക്കിയത് എന്താണെന്ന് വെച്ചാൽ ടി വി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ടി വിയിൽ പാട്ട് വെച്ചിട്ട് ഇങ്ങനെ വെറുതെ അങ്ങനെ കുറേ സ്റ്റെപ്പെല്ലാം ഇട്ട് കളിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഫുഡ് കഴിച്ചിട്ടുള്ള മെയിൻ പരിപാടി എന്ന് പറയുന്നത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് എല്ലാവരും ഇങ്ങോട്ടേക്ക് വരും, ഇങ്ങോട്ട് നിന്ന് എല്ലാവരും അപ്പുറത്തേക്ക് പോകും. ഇതെല്ലാം തന്നെയാണ്. അപ്പോൾ ഇതാ എൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വന്നപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്കെല്ലാം പറഞ്ഞ് നമ്മൾ ക്യാരറ്റ് പലൂതിയെല്ലാം കുടിച്ച് കുറച്ച് സമയം ഇങ്ങനെ വർത്താനെല്ലാം പറഞ്ഞിരുന്ന്. പെരുന്നാൾക്ക് മെയിൻ പരിപാടി ഇത് തന്നെയാണല്ലോ. അപ്പോൾ ഉപ്പാൻ്റെ ഏട്ടനെ അനിയനെ പെങ്ങൾ എല്ലാവരും അടുത്തടുത്ത് തന്നെ ആയതുകൊണ്ട് എല്ലായിടത്തും പോകാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ വീടാണ് കേട്ടോ, കുറച്ച് ദൂരം. അപ്പോൾ ഇപ്രാവശ്യത്തെ പെരുന്നാൾക്ക് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ഉച്ചവരെ കാര്യമായിട്ട് വലിയ പരിപാടിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ അപ്പുറത്തെ എല്ലാ വീട്ടിലേക്കും കയറി ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റെഡി ആവലാന്ന്. മഴയില്ലാത്തതുകൊണ്ട് തന്നെ അപ്പുറം ഇപ്പുറം എല്ലാം പോകാൻ വേണ്ടിയിട്ട് വലിയ പണിയൊന്നുമില്ല കേട്ടോ. മഴ മറ്റേ പെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുറ്റത്തിറങ്ങാൻ വേണ്ടി പറ്റൂല, അത്രയും വെള്ളം കയറിയിട്ട് ആകെ സ്ലിപ്പാവുന്ന പോലെ ആയിട്ടുണ്ടാവും മൊത്തത്തിൽ മുറ്റമെല്ലാം. ഇപ്പം പിന്നെ കുറച്ച് ദിവസമായി മഴ പെയ്യാത്തത്, അതുകൊണ്ടാണ് കേട്ടോ മുറ്റത്തെല്ലാം കുറച്ചൊരു ഇറങ്ങാൻ വേണ്ടിയിട്ട് തന്നെ പറ്റുന്നത്. അപ്പോൾ ഫുള്ള് ഇതാ മഴയെല്ലാം പെയ്തുകൊണ്ട് തന്നെ ഫുള്ള് കാട് പിടിച്ച പോലെ ആയിട്ടുണ്ട് മൊത്തത്തിൽ. അങ്ങനെ ഇതാ നമ്മളെല്ലായിടത്തും പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മളും അമ്മായി വന്നു കേട്ടോ പിന്നെ ഇറങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ കാണുന്നില്ല നടക്കുന്ന വയ്യെല്ലാം ഫുള്ള് ഇങ്ങനെ കാടെല്ലാം പിടിച്ച് ഒരു കോലത്തിലായി. അങ്ങനെ എല്ലാ വീട്ടിലും പോയി ഈദ് മുബാറക്കെല്ലാം പറഞ്ഞ് കുറച്ച് സമയം ഇരുന്ന് അതെല്ലാം ഒരു രസമാണല്ലോ. അങ്ങനെ ഇതാ ഉപ്പാൻ്റെ ഏട്ടൻ്റെ വീടാണ് കേട്ടോ ഇത്. അപ്പോൾ കുറേ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ വീടെല്ലാം. അങ്ങനെ നമ്മളിതാ ഇവിടെ പോയി പിന്നെ കുറേ ഫോട്ടോസെല്ലാം എടുത്ത്. ഇതാണ് കേട്ടോ എൻ്റെ 2 അനിയത്തിമാർ. പിന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് നല്ലൊരു വെളിച്ചമുള്ള സമയത്ത് ഇങ്ങനെ ഗ്രൂപ്പായിട്ടും സിംഗിളായിട്ടും അങ്ങനെ പല ടൈപ്പിൽ ഫോട്ടോ എടുക്കൽ തന്നെയായിരുന്നു. അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് കുറച്ച് ഫോട്ടോസ് എടുത്തുകൊണ്ട് അങ്ങനെ കുറേ ഫോട്ടോ കിട്ടി. പിന്നെ ഇതാ നമ്മൾ നേരെ ഇങ്ങനെ എല്ലാ വീട്ടിലേക്കും ഇങ്ങനെ പോവലാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല വെയിലാണ്, നട്ടുച്ച പൊരിയുന്ന വെയിലെത്താണ് കേട്ടോ നമ്മളിങ്ങനെ നടന്നിട്ട് പോകുന്നുണ്ടായത്. അപ്പോൾ ഭയങ്കര വെയിലേനു. നടന്ന് അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു കോലായിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റോളം നടക്കാനുണ്ട് കേട്ടോ. ഉപ്പാൻ്റെ മൂത്ത പെങ്ങളെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അത് കുറച്ചധികം നടക്കാനുണ്ട്. കുറച്ചധികം മീൻസ് ഒരു 5 മിനിറ്റും ഇല്ല, ഒരു 3-4 മിനിറ്റ്. അങ്ങനെ പെറ്റാച്ചൻ്റെ മോള് വീട്ടിൽ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ വീടാണിത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ പെറ്റാച്ചൻ്റെ വീട്ടിലേക്കും കൂടി പോയിട്ടുണ്ടായിന്. അപ്പോൾ അവിടെയും കുറച്ച് സമയം ഇരുന്ന് അങ്ങനെ പിന്നെ ഇരുന്നിടത്ത് എണീക്കാൻ തോന്നുന്നില്ല കേട്ടോ പുറത്തെ വെയിൽ കണ്ടപ്പോൾ. അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്ന് കുറച്ച് സമാധാനപൂരിതമായിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിന്. പിന്നെ ഇതെൻ്റെ ഉപ്പാൻ്റെ ഒരു അനിയൻ്റെ വീടാണ്. അപ്പോൾ ഈ ഒരു വീടും പിന്നെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ വീടില്ലേ നേരത്തെ കാണിച്ച്, രണ്ടാളും ഒരേ ദിവസം വീട്ടിൽ കൂടിയതാണ്. അങ്ങനെ അവിടെയും കയറി പിന്നെ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിന്. പിന്നെ വീട്ടിൽ വന്നിട്ട് കുറച്ച് സമയം ടി വിയിൽ ഗെയിമെല്ലാം കളിച്ച് കുറച്ച് റിലാക്സ് ആയി കേട്ടോ. പിന്നെ ചോറ് തിന്നേണ്ട സമയം ആവാനായല്ലോ, ഓൾമോസ്റ്റ് ഉച്ചയാവാനായി. അപ്പോൾ പിന്നെ രാവിലെ ഉമ്മാൻ്റെ മസാലയെല്ലാം ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ചോറ് വെച്ച് ദമ്മിടൽ ആ ഒരു പരിപാടിയേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ചോറ് ദമ്മിലിട്ടിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായത്. പിന്നെ ഫ്രൂട്ട്സായിട്ട് ബത്തക്കയും ഉണ്ടായിന്. പിന്നെ കുറച്ച് കക്കിരിയും പിന്നെ തൈരും അച്ചാറും ഇതെല്ലാം തന്നെയാണ് കേട്ടോ നമ്മളെ ഉച്ചക്കത്തെ ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അധികം ഹജ്ജ് വരുന്നക്ക് ചിക്കൻ ബിരിയാണി തന്നെയാണ് കേട്ടോ ആക്കൽ. പിന്നെ ഇപ്പോഴും പിന്നെ ഇറച്ചി കൊണ്ടുള്ള കളിയായിരിക്കുമല്ലോ, അതുകൊണ്ട് പെരുന്നാൾക്ക് നമ്മൾ ചിക്കനാണ് ആക്കൽ. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ പാടന്നെ മോളെ ഉറക്കിയിട്ടുണ്ടായിന് കേട്ടോ. മോളെ ഉറക്കൽ വലിയ ടാസ്ക്കാണ്. രാവിലെ തന്നെ എണീറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് തന്നെ അങ്ങനെ ഉറക്കിയിട്ടുണ്ടായിന്.
അങ്ങനെ പിന്നെ ഉറങ്ങി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉറങ്ങി എണീച്ചപ്പോൾ ഈ ഒരു ഡ്രസ്സ് തന്നെ ഇടണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് ഇടുന്ന ഒരു ഡ്രസ്സ് ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഓരോ സമയത്ത് ഉറങ്ങി എണീച്ചാൽ ഓരോന്നാണ് കേട്ടോ പറയുക, ഓൾ പറയുന്ന ഡ്രസ്സിന് ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇതിട്ട് കൊടുത്തതാണ്. ഇനിയിപ്പോൾ കുറച്ചൊരു മൂടെല്ലാം ഒന്ന് ഓക്കെ ആയിട്ട് വേണം ഡ്രസ്സ് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉപ്പാൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കമൻറ്റും കൂടി ചെയ്യുക. പിന്നെ ഇതാ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് മോളൊന്ന് കോക്കോ മെലണെല്ലാം വെച്ച് കൊടുത്തിട്ട് കുറച്ച് സെറ്റാക്കി എടുത്ത് ഡ്രസ്സെല്ലാം ഒന്ന് ചേഞ്ചാക്കി മുടിയെല്ലാം ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. പെരുന്നാളാണല്ലോ, ഇനിയും ഇങ്ങനെ ആരെങ്കിലും വരും പോവും എല്ലാം ചെയ്യല്ലോ. അപ്പോൾ ഇപ്രാവശ്യത്തെ പെരുന്നാൾക്ക് എവിടെയും നമ്മൾ പോകുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിലും തറവാട്ടിലും എല്ലായിടത്തും പോക്കുണ്ടേനു. ഇപ്രാവശ്യം പിന്നെ എവിടെയും പോയിട്ടില്ല. പിന്നെ ഇതാ നമ്മൾ എല്ലാവരും കൂടി ഫോട്ടോ എടുക്കലാന്ന് കേട്ടോ. അപ്പോൾ ഉപ്പയാണ് ഇത്, ഉപ്പയും എൻ്റെ 2 അനിയത്തിമാരെ നേരത്തെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് നല്ല ഫാമിലി ഫോട്ടോസെല്ലാം എടുത്ത് നല്ല ഈ ഒരു ലൈറ്റിങ് പോകുന്നതിന് മുന്നേ ഫോട്ടോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ ഇതാ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് കാരണവശാലും മുറ്റത്തിറങ്ങിയാൽ പിന്നെ ഇതാ ഒരാളെ പിന്നെ പിടിച്ചാൽ കിട്ടൂല. അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഓടിപ്പോവും. പിന്നെ റോഡിലേക്ക് പോകണം. അപ്പം നമ്മുടെ പെരുന്നാൾ എന്നെല്ലാം പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ വൈകുന്നേരം എല്ലാം ആകുമ്പോഴത്തേക്ക് എല്ലാവരും ഫാമിലിയിലെല്ലാവരും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ എല്ലാവരും കൂടി കുറേ സമയം വർത്താനം പറഞ്ഞ് ഫോട്ടോ എല്ലാം എടുത്ത്. അപ്പോൾ ഇത്രയെല്ലാം തന്നെയുള്ളൂ. പുറത്ത് ഭയങ്കര കൊതുകായതുകൊണ്ട് തന്നെ ഫോട്ടോ എല്ലാം എടുത്തിട്ട് പെട്ടെന്ന് തന്നെ അങ്ങനെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ മോള് കൊതുക് കടിച്ചിട്ടാണ് കേട്ടോ ചൊറിയുന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങനെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിന്. പുറത്ത് കുറേ സമയം നിൽക്കാനൊന്നും പറ്റൂല. അപ്പോൾ ഇതാ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ്.